മോർണിംഗ്. അപ്പൊ ഇന്ന് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. നാളെ ന്യൂ ഇയർ ആണ്. സത്യം പറഞ്ഞാൽ 2023 കഴിയാറായി. പക്ഷെ എനിക്ക് 2023 ഈശ്വരൻ സഹായിച്ച് നല്ല വർഷമായിരുന്നു. ഒത്തിരി സന്തോഷം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ 10 മാസമാകുന്നു കേട്ടോ. 2 മാസത്തോടെ കഴിഞ്ഞാൽ 1 വർഷമാകും. അപ്പൊ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതും ഒക്കെ എന്റെ ലൈഫിൽ കുറച്ച് പ്രധാന കാര്യങ്ങളെല്ലാം നടന്നത് ഈ വർഷമാണ്. അപ്പൊ ഈ വർഷത്തെ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ രാവിലെ നാളെ ഇനി അപ്പൂന് സ്കൂളിൽ പോകണം. സ്കൂൾ തുറപ്പൊക്കെ തുടങ്ങുകയാണ്. അപ്പൊ രാവിലെ ഞാനിന്ന് വിചാരിച്ചു നമുക്ക് ഇൻസ്റ്റന്റ് അപ്പം ഉണ്ടാക്കാന്ന് കേട്ടോ. അപ്പവും മുട്ടക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഇൻസ്റ്റന്റ് ആയിട്ട്, സത്യം പറഞ്ഞല്ല, നമ്മുടെ വീട്ടില് നമ്മൾ എന്നും ഇങ്ങനെ ഉണ്ടാക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു പാക്കറ്റ് വാങ്ങി വച്ചേക്കണം. കാരണം അഥവാ നമുക്ക് അരി വെള്ളത്തിലിടാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ, എന്തെങ്കിലും ധൃതിയായി പോയി അയ്യോ രാവിലെ എന്താ ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരപ്പമാണേലും കുറച്ച് ദോശയാണേലും ഇഡ്ഡലി ആണേലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഞാനാണെങ്കിൽ ഇടയ്ക്ക് വെച്ചോണ്ടല്ലോ ഇവിടെ സ്ഥിരം വീഡിയോയിൽ കാണുന്നവർ വിചാരിക്കും ഞാൻ സ്ഥിരം ഇവിടെ ഇഡ്ഡലിയും ദോശയാണല്ലോ എന്ന്. ഇഡ്ഡലിയല്ല ദോശയാണല്ലോ എന്ന്. പക്ഷെ ഇടയ്ക്ക് വെച്ച് ഞാൻ സ്ഥിരം പുട്ടായിരുന്നു കേട്ടോ. ഇവിടെ അനന്തു, എന്റെ അനിയനാണ് അനന്തു ആണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് 6:05 വരുമെന്ന് പറഞ്ഞു. അപ്പൊ വരുമ്പോൾ ഞാൻ ചോദിച്ചു നിനക്ക് ഫുഡ് എന്താ വേണം? അപ്പൊ അവനോട് പറഞ്ഞു പുട്ട് ഒഴിച്ച് നീ എന്ത് വേണേലും ഉണ്ടാക്കിയാലും കഴിച്ചോളാന്ന്. കാരണം ഞാൻ അതുപോലെ പുട്ട് കടലക്കറി, പുട്ട് പയറുകറി, അങ്ങനെ പുട്ട് മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. കാരണം അത് എളുപ്പപ്പണിയാവുന്നില്ലേ. അപ്പോ ഞാൻ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചു. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇന്ന് നമ്മുടെ അപ്പം ഉണ്ടാക്കാവേ. അരി ഇന്നലെ ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നുപോയി. ഞാനിപ്പോ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഊറ്റൊന്നുമില്ല കേട്ടോ. തിളപ്പിച്ച് ഊറ്റി ചൂടാറി കഴിയുമ്പോൾ അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചേക്കും. എന്നിട്ട് എനിക്ക് ആവശ്യമുള്ള ചോറെടുത്ത് ചൂടാക്കി എടുക്കുക പതിവ്. ഒരു തവണ ചൂടാക്കിയിട്ട് പിന്നെ ഞാൻ ചൂടാക്കാറില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇന്നലെ എടുത്ത് വെക്കാൻ മറന്നുപോയി. അപ്പൊ ഇന്ന് അരി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുകയാണ്. അപ്പോ തേങ്ങ അരയ്ക്കണം. അങ്ങനെ ഞാൻ പോയി തേങ്ങ പൊട്ടിച്ച് തിരുമട്ടെ. ഞാനിവിടെ ഉണ്ടല്ലോ, കരിയാപ്പില അമ്മ ഞാൻ നടാൻ സമ്മതിക്കത്തില്ല. അമ്മയുടെ ഓരോരോ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തട്ടാ വീട് വിട്ട് പോകേണ്ടി വരും. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കരിയാപ്പില ഇപ്പൊ 6 വർഷമായി, അല്ല 3 വർഷം കഴിഞ്ഞു നമ്മൾ വീട്ടിൽ താമസമായിട്ട്. അപ്പൊ ഞാനിവിടെ കരിയാപ്പില വയ്ക്കാൻ അമ്മ സമ്മതിക്കത്തില്ല. അങ്ങനെ ഇരുന്ന് ഇവിടെ സ്വന്തമായിട്ട് കരിയാപ്പില പൊട്ടി പൊളിച്ചു. ഇനി ഞാൻ വയ്ക്കത്തില്ല, അതുകൊണ്ട് ഞാൻ തന്നെ കിളിച്ചേക്കാന്ന് വിചാരിച്ച് കരിയാപ്പില കിളിച്ചു തന്നോന്ന് എനിക്ക് അറിഞ്ഞില്ല. ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഒരു തൈ സ്വന്തമായിട്ട് പൊട്ടി മുളച്ചിട്ടുണ്ട്. അപ്പൊ ഞാനത് എന്തുവാ, ഇപ്പോഴത്തെ ചൂട് ഭയങ്കരമല്ലേ. അപ്പൊ ഒരു തേക്കലൊക്കെ എടുത്ത് മറച്ചു വെച്ചു. എന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അമ്മ എന്നോട് പറഞ്ഞു കുറച്ച് ചോറ്, ഒരു 6-7 ചോറ് എടുത്ത് ഇട്ട് കൊടുത്താൽ നല്ലതാ, പെട്ടെന്ന് വളർന്നു പോകുന്നു. ഇനിയിപ്പോ ചോറൊക്കെ ഇട്ട് കൊടുക്കണം. ഇവിടെ ഭയങ്കര തേക്കിന്റെ ഇലയാ. ഞാൻ കഴിഞ്ഞ ദിവസം തൂത്തതേ ഉള്ളു. തൂത്ത് കഴിഞ്ഞിട്ട് ഇതാ ഇന്ന് നോക്കി പിന്നെ കരിയാല കിടക്കും. അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് പറന്ന് വീഴുന്ന കേട്ടോ. എന്നിട്ട് ഈ കരിയില ഫ്രണ്ടിൽ വരുമ്പോൾ ഒരുമാതിരി പൊടിഞ്ഞു വരും. ആരെങ്കിലും വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് തൂക്കാതെ വരാതെ ഇട്ടേക്കുന്ന വീടാന്ന് തോന്നും. അതുപോലാണ് കേട്ടോ ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ രസം, പണ്ട് തേങ്ങ 2 തവണ പൊട്ടുമ്പോൾ പൊട്ടുമായിരുന്നു. ഇപ്പൊ ഉണ്ടല്ലോ പൊട്ടിക്കുമ്പോ എന്റെ കൈയാ വേദനിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പതുക്കെ എപ്പോഴും എനിക്കിങ്ങനെ തേങ്ങാ വെള്ളം കിട്ടാറില്ല. പക്ഷെ കിട്ടുമ്പോൾ ഞാൻ മിക്സ് ആക്കാറുമില്ല. ഇത് സീച്ചേട്ടൻ്റെ അമ്മ ഉണ്ടാ പറയും ഇത് അരിച്ചു കുടിക്കാനേ സമ്മതിക്കത്തുള്ളൂ കേട്ടോ. കാരണം ഇതിൽ പൊടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൊണ്ടയിൽ വരുമെന്നും പറഞ്ഞിട്ട്. പക്ഷെ ഞാനിങ്ങനെ ഇപ്പോഴത്തെ തേങ്ങയ്ക്കേ പഴയ തേങ്ങയുടെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഇല്ല. പക്ഷെ ചിലപ്പം ഏതെങ്കിലുമൊക്കെ തേങ്ങ കിട്ടുമ്പോൾ പൊട്ടിക്കുമ്പോൾ നമുക്ക് ആ പഴയ തേങ്ങയുടെ അരച്ചിങ്ങനെ കയറും. ഇതൊരു ന്യൂട്രലാണ്, കുഴപ്പമില്ല. കുറച്ച് മധുരമൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ തേങ്ങ തിരുമുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് തേങ്ങാപ്പാൽ എടുക്കാനുള്ളതല്ലേ. ഞാനിത് കഷ്ടപ്പെട്ട് തിരുമുന്നേ മിക്സിയിലിട്ട് അടിച്ചെടുക്കാന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് മടിയാട്ടോ. എൻ്റെ ഈ വെള്ളേ ഇന്നലെ എവിടോ കൊണ്ട്, അപ്പൊ അതിങ്ങനെ തൊലി കളഞ്ഞിരിക്കുവായിരുന്നു. ഞാനൊരു വലി അങ്ങനെ മുറിഞ്ഞിരിക്കുക. അപ്പൊ എനിക്കിനി വയ്യ. സീച്ചേട്ടനും അപ്പൊക്കെ നല്ല ഉറക്കമാണ്.
അപ്പൊ അവരെണീക്കുമ്പോഴത്തേന് എണീക്കാൻ എന്തായാലും 10 മണിയാവും. അപ്പൊ എണീക്കുമ്പോഴത്തേന് പതുക്കെ ചെയ്താൽ മതിയല്ലോ. നമുക്കൊരു കാര്യം, എൻ്റെ ടീച്ചറിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷം കഴിഞ്ഞേ. ഈ 6 വർഷത്തിനിടയിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഈ ന്യൂ ഇയറിന് ബീച്ചിലൊക്കെ എന്താ നടക്കുന്നത്, എന്താ ഈ പാർട്ടി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. 6 വർഷം കൊണ്ട് ഞാൻ പറയുകയാണ് എന്നെ ഒന്ന് കൊണ്ടുപോകുന്നു. ആദ്യമൊക്കെ തിരക്കാന്ന് പറയായിരുന്നു, പിന്നെ ഡ്യൂട്ടിയുടെ കാര്യങ്ങളൊക്കെ പറയായിരുന്നു. എന്താ ഈ വർഷമെങ്കിലും എനിക്ക് പോയാൽ മതിയായിരുന്നു, ഇല്ലെങ്കിൽ ഇനി അടുത്ത 7ാമത്തെ വർഷം കാത്തിരിക്കണം. പക്ഷെ ഈ വർഷം പോകണം എന്നാണ്. പക്ഷെ ഒടുക്കത്തെ തിരക്കായിരിക്കുമെന്ന് ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞു. അല്ല, ചോദിച്ചവരൊക്കെ എന്നോട് പറഞ്ഞു ബ്ലോക്ക് ആയിരിക്കും, തിരക്കായിരിക്കും എന്നൊക്കെ. എങ്കിലും കാണാനുള്ള ആഗ്രഹം എനിക്ക് പോകണമെന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് പോകുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എങ്കിലും ആഗ്രഹിക്കുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ. നമ്മൾ ഒരുപാട് ആഗ്രഹിക്കണമെന്നേ. എൻ്റെ അച്ഛൻ പറയും നമ്മൾ ഒരുപാട് സ്വപ്നം കാണരുത്, സ്വപ്നം കണ്ട് നടന്നില്ലെങ്കിൽ നമുക്ക് ഭ്രാന്ത് വരും അത്രേ. പക്ഷെ ഞാൻ കുഞ്ഞിലെ തൊട്ടേ ഒരുപാട് സ്വപ്നം കാണുന്ന ആളാട്ടോ. എനിക്കിങ്ങനെ കട്ടിലെ കിടക്കുമ്പോഴും എനിക്കിങ്ങനെ ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കാണുമായിരുന്നു. എനിക്ക് അതൊന്നും ലൈഫിൽ അപ്പോൾ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളായിരുന്നു. പക്ഷെ ഞാൻ സ്വപ്നം കാണുമായിരുന്നു, ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുമായിരുന്നു. പക്ഷെ ഉണ്ടല്ലോ ഞാൻ പഠിക്കത്തില്ല അങ്ങനെ. ഞാൻ പഠിക്കാൻ അത്രയും പിടിക്കുക അങ്ങനൊന്നും അല്ലായിരുന്നു. പഠിക്കത്തില്ലായിരുന്നു തന്നെ പറയാം. അങ്ങനെ പഠിക്കത്തൊന്നും ഇല്ലായിരുന്നു. പിന്നെ പിന്നെ ഏതിന് ചേർന്നാലും പാസ്സാവും, അത്രേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് പിന്നെ എനിക്ക് ഈ കഴിവെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആൾക്കാരോട്, വീട്ടിൽ അച്ഛൻ പറയുന്നത് ചളുവ അടിച്ചിരിക്കുകയാണ് കേട്ടോ. ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കാനായിട്ട് നടക്കുകയാണ്, ആൾക്കാരോട് ചളുവ അടിക്കുകയാണ്. അതുപോലെ നമുക്കറിയാലോ ആ ഒരു ഇതൊക്കെ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ കുറെ ഈ മുത്തില്ലേ, മുത്ത് നമ്മുടെ അത് കൊണ്ട് ഓരോന്ന് ഉണ്ടാക്കിയിട്ട് ഈ മത്സരത്തിന് സ്കൂളിൽ നിന്ന് പോകുമായിരുന്നു. പിന്നെ സ്പോർട്സിനുണ്ടായിരുന്നു. അതൊരു കഥയാ, അത് പറയാം. പണ്ട് ഞാൻ സ്പോർട്സിനുണ്ടായിരുന്നു കേട്ടോ സ്കൂളില്. ഞാൻ ഇപ്പം PT ഉഷ ആവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലും തുടക്കത്തിൽ തൊട്ടേ തുടങ്ങി. അങ്ങനെ 5 കഴിഞ്ഞു, 6 കഴിഞ്ഞു, 7 കഴിഞ്ഞു. 7ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് 1994 ആയതുകൊണ്ട് എന്നെ സീനിയറുടെ ഭാഗത്തോട്ട് ഇട്ടു. അതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഓടും, ലോങ് ജമ്പ് ഉണ്ടായിരുന്നു, ഹൈ ജമ്പ് ഇല്ല, റിലേ ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഇട്ടപ്പോ അവിടെ എല്ലാം വലിയ ആൾക്കാരാ. അപ്പൊ എനിക്കത് സങ്കടമായി. പിന്നെ പോട്ടെ, സാരമില്ല. എല്ലാരും സ്കൂളിൽ ഒരു വയസ്സ് കുറച്ചാ ചേർക്കുന്നത്, എന്നെ കറക്റ്റ് വയസ്സിൽ തന്നെ ചേർത്ത്. അതുകൊണ്ട് എനിക്ക് അന്ന് അച്ഛനോടും അമ്മയോടും കുറച്ച് അമർഷമൊക്കെ തോന്നിയായിരുന്നു. അതുവരെ ഈ ഒരു 5 തൊട്ട് 7ാം ക്ലാസ് 8ാം ക്ലാസ് വരെ ഫുൾ ടൈം നമ്മുടെ കടമ്പനാട് സ്കൂളിന്റെ ഗ്രൗണ്ടിലായിരുന്നു ഞാൻ, ആ വെയിലുകളെല്ലാം കൊണ്ട്. പക്ഷെ അന്ന് എനിക്കങ്ങനെ വലിയ ഇതൊന്നും ഇല്ലെങ്കിലും അങ്ങനെ ആയിരുന്നു. പിന്നെ പതുക്കെയാണ് ഞാൻ സ്പോർട്സിൽ നിന്നെല്ലാം വിട്ടു തുടങ്ങിയത്. അതോടെ സ്പോർട്സ് എന്നുള്ള സ്വപ്നമൊന്നുമില്ല കേട്ടോ. എനിക്ക് യഥാർത്ഥത്തിൽ പോകുന്ന എന്തിനാണെന്നറിയോ, ഈ ഒരു സ്പോർട്സിന് പോകുന്ന സമയത്ത് ക്ലാസ്സിൽ ഇരിക്കണ്ട, 2 പീരീഡ് ഗ്രൗണ്ടിൽ കിടന്ന് കളിക്കാം. പിന്നെ താഴെ ബോയ്സിന്റെ ക്യാൻറ്റീനിൽ മാത്രം അന്ന് മറ്റേ ഉള്ളിവടയും മുട്ട കഴിക്കുന്നില്ല, ഉള്ളിവട, പഴംപൊരി, അങ്ങനെ എന്തെങ്കിലും കാണും. ഈ ഉള്ളിവടയും പഴംപൊരിയും കൂടെ ഒരുമിച്ച് കാണത്തില്ല. പക്ഷെ ഉള്ളിവട, അങ്ങനെ ഉൾവട, അങ്ങനെയുള്ള സംഭവങ്ങൾ കാണും, ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങള് സ്പോർട്സ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഗ്ലാസ് പാലും മുട്ടയും കാണും. അന്ന് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലെങ്കിലും എല്ലാവരോടൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമ്മളങ്ങനെ കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. എന്നിട്ട് ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പോൾ സെക്കൻഡ് ബെല്ലടിക്കും. ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞ് സെക്കൻഡ് പീരീഡ് കഴിഞ്ഞ് ബെല്ലടിക്കും. ബെല്ലടിക്കുന്ന ടൈമിലാണ് നമ്മുടെ PT സാറുണ്ട്, ഭയങ്കര സാധനം, ഒരു അനിൽ സാർ എന്നായിരുന്നു പേര്. അപ്പോൾ സാറ് കാണാതെ നമ്മള് ബോയ്സിനും ഗേൾസിനും പ്രത്യേക സ്കൂളിലാണ്, വലിയൊരു മതിലിന്റെ ഡിഫറൻസ് ഉണ്ട്, പിന്നെ ഒരു ചെറിയ ഗേറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി നമ്മൾ പരിപ്പോടയല്ല, ഉള്ളിവട, അന്നത്തെ സ്പെഷ്യൽ ഉള്ളിവട വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ക്ലാസ്സിൽ എല്ലാ ഗേൾസും ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു നിമിഷമുണ്ട്. അന്നിങ്ങനെ 10A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന ബുജ്ജി പിള്ളേരുടെ ക്ലാസ് ആട്ടോ. അവിടെ മിക്കവാറും എല്ലാവരും നല്ലപോലെ പഠിക്കുന്നവരാണ്. ക്ലാസ് B എന്ന് പറഞ്ഞാൽ പഠിക്കുന്നവരുണ്ടെങ്കിലും അവിടെ എല്ലാവരും കുറച്ച് അലമ്പി വാരി കൂക്ക് വിളിച്ച് ടീച്ചേഴ്സിനൊന്നും അത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത കുട്ടികളാണ് സത്യമായിട്ടും. അതാണ് ഞങ്ങളുടെ ക്ലാസ്. പിന്നെ C ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്, അതൊക്കെ മലയാളം മീഡിയംസ് ആണ്. E ഉണ്ട്. അപ്പോൾ കൊണ്ടുവരുന്ന രംഗങ്ങളും ഒക്കെ നല്ല രസമായിരുന്നു.
അങ്ങനെ ഞാൻ സ്കൂൾ ലീഡറിന് മത്സരിച്ച് ഞാൻ ജയിച്ച്. ആരെയാ തോപ്പിച്ച്? ഫുൾ A+ കിട്ടുന്ന ആതിരെ. ഓ എന്റെ ദൈവമേ, ഇതൊക്കെ ക്ലാസ്സിലെ ആ ഒരു A ക്ലാസ്സും B ക്ലാസ്സും തമ്മിലുള്ള മത്സരമായിരുന്നു കേട്ടോ. പക്ഷെ ടീച്ചേഴ്സിനൊക്കെ A ക്ലാസ്സിലെ ആദ്യം ജയിക്കണം എന്നായിരുന്നു. പിന്നെ എനിക്ക് അറിയത്തില്ല. അവസാനം എന്നോട് സാറ് ചോദിക്കും, ജീവിക്ക് ഇലക്ഷനൊക്കെ ഒന്ന് മത്സരിച്ചുകൂടിയത്. കാരണം ഞാൻ ജയിക്കത്തേ ഇല്ലായിരുന്നു, എനിക്ക് തന്നെ അറിയായിരുന്നു. പിന്നെ എനിക്കൊരു കഥയാണ്. പുല്ല് തിരുമിയാ മതിയായിരുന്നു. അങ്ങനെ ഞാൻ അതെല്ലാം പൊളിച്ച് വെച്ച് കഴിഞ്ഞിട്ട് കത്തിയുടെ മൂർച്ചയൊന്ന് കൂട്ടുകയാണ് കേട്ടോ. ഇത് നമുക്ക് അന്ന് കൊളാബറേഷൻ കിട്ടിയതായിരുന്നു. അടിപൊളി സാധനമാണ് കേട്ടോ. നമുക്ക് ഒരിടത്തും കൊണ്ട് ഉരയ്ക്കണ്ട, ഇതങ്ങോട്ട് എടുക്കുക, അങ്ങോട്ടാക്കിയാൽ നല്ല മൂർച്ചയാവും. അങ്ങനെ പൊളിച്ച് വെച്ചേക്കുന്ന തേങ്ങയുടെ ആ ഒരു ബ്ലാക്ക് സൈഡില്ലേ, അതിങ്ങനെ ചെത്തി കളയാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഒരു കറുത്ത ഭാഗം അവിടെ കിടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ചെത്തി വൃത്തിയാക്കി അങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കി മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് നമുക്ക് തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട്. തേങ്ങാപ്പാൽ റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പത്തിനുള്ളതെല്ലാം അങ്ങ് സെറ്റ് ചെയ്ത് വെക്കാമെന്ന്. അങ്ങനെ ഞാൻ ഈ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇതിനകത്തുള്ള ഫുൾ പൊടിയും ഞാൻ ഇടുന്നുണ്ട്. കാരണം ഇന്ന് ഷീജാൻറ്റിയുടെ വീട്ടിൽ പഴങ്കഞ്ഞിയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറച്ച് ഷീജാൻറ്റിയുടെ വീട്ടിലൂടെ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചിട്ടാട്ടോ മുഴുവൻ പൊടിയും ഞാൻ തട്ടുന്നത്. അപ്പോൾ പാക്കറ്റ് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയൊരു പാക്കറ്റ് കിട്ടി. അത് ഞാനെടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് ഇതിൽ പറഞ്ഞേക്കുന്ന അളവിൽ വെള്ളം ഒഴിച്ച് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അടിച്ച് മാവ് പോലെ ആക്കിയിട്ട് അതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു വെച്ചു കേട്ടോ. എന്നിട്ട് അവർ തന്നേക്കുന്ന ആ ഒരു ചെറിയ പാക്കറ്റ് അവർ പറഞ്ഞേക്കുന്ന എമൗണ്ടിൽ വെള്ളത്തിൽ കലക്കി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് കുറുക്കിയെടുക്കുക. അതായത് നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ പാവ് കാച്ചുക എന്ന് പറയില്ലേ, അതുപോലെ നന്നായിട്ട് കുറുക്കിയെടുത്ത് കഴിഞ്ഞിട്ട് ഈ ഒരു അരപ്പും മറ്റടിച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് 1 മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഉപ്പിട്ട് ഇളക്കി നല്ല പോലെ നമുക്ക് ചുട്ടെടുക്കാം. അടിപൊളി അപ്പമായിരുന്നു. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടാണ് കേട്ടോ പറയുന്നത്. അതായത് 2 അപ്പം തിന്നുന്നവരന്ന് 5 അപ്പം വരെ തിന്നു. അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള അപ്പമായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ അടുക്കളപ്പണിയെല്ലാം ഏകദേശം ഒഴിഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇനി സിങ്കിൽ പാത്രം കഴിയാൻ മതി. മുട്ടക്കറി അടുപ്പത്തിരിപ്പുണ്ട്. പിന്നെ അപ്പം ചീച്ചേട്ടനൊക്കെ എണീക്കുമ്പോഴത്തേന് റെഡിയാക്കിയാൽ മതി. അത് 1 മണിക്കൂർ അടച്ചു വെക്കണം. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ ഇനി എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കട്ടെ. അപ്പം എങ്ങനെ ഉണ്ട്? അപ്പം കറി അല്ലേ? അപ്പു കഴിക്കുക കേട്ടോ. ഉള്ളിക്കറിക്ക് പകരം അവൻ എന്നെ കൊണ്ട് അച്ചാർ അടുപ്പിച്ച് ഇതാ തൊട്ട് വെച്ചിട്ടുണ്ട്. എത്ര പറഞ്ഞാലും അപ്പു അനുസരിക്കില്ല. കഴിക്ക് ബോബി ഒരെണ്ണോടെ. നിറഞ്ഞോ? ഓക്കെ. അപ്പു ഒരെണ്ണം കൊണ്ടിരിക്കുക. ബോബി ചേട്ടൻ 4 എണ്ണം കഴിച്ചു. അപ്പു ഇപ്പോഴും ഒരെണ്ണം മൊത്തം കഴിച്ചു തീർന്നിട്ടില്ല. കഴിച്ചിട്ട് എണീറ്റാ മതി കേട്ടോ. വാരി തരത്തില്ല ബോബാ. ഇവനൊന്ന് വാരി കൊടുക്കുവോ? വലിയൊരു ആഗ്രഹം നടക്കാൻ പോവാണ് കേട്ടോ. ഞാൻ ഇതുവരെ 1 മിനിറ്റ് ന്യൂ ഇയറിന് പുറത്തു പോയിട്ടില്ല. ഒരു സബ്വേ സർഫസ് ഓക്കെ പുറത്ത് പോയിട്ടില്ല. അപ്പം ഇന്ന് സീച്ചാറിൻ്റെ കാലും കയ്യും ഒക്കെ പിടിച്ചു നമ്മൾ. അച്ചായനും ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ. ബോബി എല്ലാവരും ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോവാണ്. ബീച്ചിലോട്ടാണ് കേട്ടോ പോകുന്നത്. നമുക്ക് പോവാം. ഷീജാൻറ്റി ഇറങ്ങിയോ? ഉറങ്ങാനോ?
പോടാ. എടാ ബീച്ചിൽ കിടന്ന്. അത് ശരിയാ സബ്വേ സർഫസ് ആണോ അപ്പു? ഓക്കെ. എന്തിനാണാവോ? വെടി വെക്കാനാണോ? അതിൻ്റെ ഇടയിൽ നമ്മുടെ ജിമ്മിക്കുട്ടൻ ഇറങ്ങി ഓടി. അങ്ങനെ രണ്ടുപേരും കൂടെ ഓടിപ്പോയി പിടിച്ചുകൊണ്ട് വന്നിരുത്തിയേക്കാണ് കേട്ടോ. ജിമ്മിക്കുട്ടൻ ഇന്ന് നല്ല വഴക്കും കിട്ടി. നമ്മൾ 8:30 ആയപ്പോഴത്തേന് ബീച്ചിന്റെ സൈഡ് എത്തി കേട്ടോ. പക്ഷെ ഇവിടെ ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് നമ്മളിനി നടന്നു വേണം അങ്ങോട്ട് പോവാൻ വേണ്ടിയിട്ട്. അല്ലേടാ? എന്തായാലും ഭാഗ്യത്തിന് നമ്മൾ വന്നപ്പോഴത്തേനും ഒരു കാറ് കറക്റ്റ് ആയിട്ട് ഇറങ്ങി. അപ്പൊ നമ്മൾ അവിടെ പാർക്ക് ചെയ്തു. അപ്പോഴേ പറഞ്ഞു, പക്ഷെ നേരത്തെ ഇറങ്ങണ്ടേ? ഓക്കെ. ഗോപിച്ചേട്ടന്റെ കൈപ്പിടി. അമ്മ മുടിയൊന്ന് കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടു കേട്ടോ. കുറച്ച് നടക്കാനുണ്ടായോണ്ട് ഷീജാന്റി നാണം കൊണ്ട് ഇനി എന്റെ അടുത്ത് ഓടുവന്നാ പറയുന്നത്. ഞാൻ കോളിഫ്ലവർ ഫ്രൈ നോക്കുവോ? അവിടെ ഫുള്ള് പാനിപൂരി ഉള്ളായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ എന്തെങ്കിലും ചൂടോട് ഇങ്ങനെ എരിയായിട്ട് തിന്നാൻ കൊതിയായിട്ട് ഞാൻ കോളിഫ്ലവർ ഫ്രൈ വന്നപ്പോൾ തൊട്ട് നോക്കുക. അങ്ങനെ കണ്ടുപിടിച്ച് ഞാൻ വാങ്ങാൻ വേണ്ടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഗൂഗിൾ പേ ഒന്നും അവൈലബിൾ അല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നിരാശയായിട്ട് തിരിച്ച് തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പാനിപൂരി വാങ്ങിച്ച് ഷീജാൻറ്റി നിൽക്കുന്നു. എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നെങ്കിലും കിട്ടിയാൽ പിന്നെ കഴിക്കുമല്ലോ. അങ്ങനെ ഞാൻ ഒരെണ്ണം എടുത്ത് വായിലിട്ട് കഴിച്ചു. ഓക്കെ ആയിരുന്നു. വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു ഓക്കെ. അവിടെ ഗൂഗിൾ പേ ഇല്ലായിരുന്നു. പിന്നെ പോയി പൈസ വാങ്ങിച്ചിട്ട് വന്നിട്ട് ഞാൻ പോയി ബജ്ജി വാങ്ങാൻ പോവാട്ടോ. കുറച്ച് സൈഡിൽ ഒഴിച്ചാൽ മതിയേ. അടിപൊളിയല്ലേ കോളിഫ്ലവർ? ഇത് കോളിഫ്ലവർ. അപ്പൊ നമ്മള് ഇന്ന് കൊല്ലത്ത് വന്നു കഴിഞ്ഞപ്പോ സബ്സ്ക്രൈബേഴ്സിനെ പിന്നെയും കണ്ടല്ലേ? പേരെന്താ? ദിയ ഫാത്തിമ. ഹായ് പറ. അപ്പു ആണെങ്കിൽ ബോബിയെ ചാക്കിട്ട് കുറേ ടോയ്സ് ഒക്കെ വാങ്ങിച്ച് രണ്ടുപേരോട് അവിടെ ഓടിക്കളിയും ബഹളങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. അവസാനം ജോൺസൺ അച്ചായനാണെങ്കിൽ അവിടെ കിടന്നു ക്ഷീണിച്ചിട്ട്. ഞങ്ങൾ യഥാർത്ഥത്തിൽ പായ എടുത്തുകൊണ്ട് വന്നതാണ്. പക്ഷേ റോഡിൽ കൂടെ ഒരുപാട് നടക്കാനുണ്ടായിട്ട് പായം ചുമന്നുകൊണ്ട് വരുന്ന മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ പായൊന്നും എടുത്തില്ല. മുളക് പൊശി ബജിയിൽ സോസ് കുറവാണെന്നും പറഞ്ഞ് അവരെല്ലാവരും തിന്നാൻ മടി കാണിച്ചപ്പോൾ ഞാൻ ഒരു മടിയും കാണിക്കാതെ അവിടെ നിന്ന് മാക്കം അടിച്ചു തീർത്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച സന്തോഷത്തിൽ പിന്നെ ടോയ്സ് ഒക്കെ എടുത്ത് ഞാൻ കളിക്കാൻ തുടങ്ങി കേട്ടോ. ഇനി അവർക്ക് പാർക്കിൽ കയറണമെന്ന് പറഞ്ഞപ്പോൾ പാർക്കിലോട്ട് പോവാ. ഇനി അവിടെ നിന്ന് കയറി ഇറങ്ങി കഴിയുമ്പോൾ ഒത്തിരി സമയമാവും. ഷീജാൻറ്റി നോക്കത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ നമ്മള് പാർക്കിൽ കയറി ഇനി എങ്ങനെയാ പൈസ തരുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. ഇങ്ങോട്ട് കയറുമ്പോൾ നല്ല മണങ്ങളൊക്കെ. നമുക്ക് കുറച്ച് കഴിക്കാൻ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വഴി കൂടെ തിന്നുകൊണ്ട് പോയാലോ? അതാണോ? നിക്ക് ഒന്ന് കോളിഫ്ലവർ വാങ്ങിക്കാൻ പോയതാ. പക്ഷെ അവിടെയും ഗൂഗിൾ പേ ഇല്ലാത്തതുകൊണ്ട് ടിക്കറ്റ് തിരിച്ചു കൊടുത്തിട്ട് നടക്കുക. ഷീജാൻറ്റിക്ക് എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. ഇപ്പൊ വീഡിയോയുടെ ഫ്രണ്ടിൽ വരത്തില്ല. അങ്ങ് ഓട്ടമാ. ഷീജാൻറ്റി എന്തിനാ ഓടുന്നേ? എന്തിനാ ഓടുന്നേ? ഷീജാൻറ്റിക്ക് ഏത് റൈഡിൽ കയറണം? പറ, ഏത് റൈഡിൽ കയറണം? പറന്ന് ചേട്ടനെ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം നല്ല തിളങ്ങുന്ന
തിളങ്ങുന്ന മഞ്ഞ ഷർട്ട് ഇട്ടോണ്ടാ പോയത്. അതുകൊണ്ട് എവിടെ നിന്നാലും കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ സീച്ചാറിനെ കണ്ടുപിടിച്ച് അയ്യോ. അങ്ങനെ അപ്പൂനിതാ ഈ ഒരു സാധനത്തിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. പിന്നെ ഞാനും ബോബിയും ഷീജാൻറ്റിയും ഒക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. അവൻ ആദ്യത്തെ തവണ കയറി ഇറങ്ങിയിട്ട് അവൻ തിരിച്ച് വരാനിങ്ങ് വന്നു കേട്ടോ. ഞാൻ പറഞ്ഞു പോടാ, പൈസ കൊടുത്ത് കയറിയതല്ലേ, കുറച്ച് തവണയും കൂടെ കയറി ഇറങ്ങിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവനെ തള്ളി വിട്ട് അവൻ കുറച്ച് സമയം കൂടെ കയറി ഇറങ്ങി വന്നു. അപ്പൂന് യഥാർത്ഥത്തിൽ ഇത് ഭയങ്കര പേടിയാണ്. പിന്നെ സൈഡൊക്കെ പിടിച്ച് ഇഴഞ്ഞൊക്കെയാണ് താഴെ വരുന്നത്. അത് കഴിഞ്ഞ് അവൻ പുറത്തോട്ട് ഇറങ്ങി. പിന്നെ ബോബി അവനും കൂടെ അടുത്ത പ്ലേ സ്റ്റേഷൻ എന്ന നാക്കിൽ വന്നേ. അടുത്ത ഇങ്ങനെ കളിക്കുന്ന ഏതാന്ന് വെച്ചാൽ അതിൽ കയറാമെന്നും പറഞ്ഞുള്ള പോക്കാണ് ഈ പോകുന്നത്. ഇത് മറ്റേ ഓക്കിലസ് ഒക്കെ ഇട്ട് ഗെയിം കളിക്കുന്നേ. അയ്യോ ഇവിടെ ഒരുപാട് ഗെയിംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ബലൂണിൽ വെടിവെക്കുന്നത് ഞാൻ TV-യിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊരു ദിവസം എനിക്ക് വയ്ക്കണം, പക്ഷെ ഇപ്പം ഞാൻ ചെയ്തില്ല കേട്ടോ. വരുവോ ഇല്ലയോ? അടിപൊളിയാ, അത് സൂപ്പറാ. ഇവരൊക്കെ കേറിയിട്ട് ഇറങ്ങിയവരാ. കേറ് ഷീജാൻറ്റി ഒരു തവണ കേറി നോക്ക്, അടിപൊളിയാ അത് സത്യം. ഞാനൊക്കെ കേറിയിട്ടുള്ളതാ ഒരു തവണ. പ്ലീസ്, എന്റെ ചെലവാ അത്. വാ വാ വാ, കഷ്ടം. എനിക്ക് വേണ്ട. അപ്പൂന് കയറാൻ പറ്റത്തില്ല. ആ, അത് കഴിച്ചോ. അല്ല, അത് ഞാനത് പണ്ട് കേറിയായിരുന്നു കേട്ടോ. കേറിയിട്ട് തല ഇറങ്ങി പണ്ടാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഷീജാൻറ്റിയോട് പറഞ്ഞു, ഷീജാൻറ്റി ഒന്ന് കേറാൻ പറഞ്ഞു. ഷീജാൻറ്റി പകുതിയൊക്കെ ഒന്നായി വന്നപ്പോഴത്തേനും അപ്പു പറഞ്ഞ് തല ഇറങ്ങുമെന്ന് ചെന്ന് പറഞ്ഞു കൊടുത്തു. ടോപ്പായി. അത് കഴിഞ്ഞ് ബോബി താണ്ടി ഈ VR ഹബ്ബ് അത് കളിക്കാൻ വേണ്ടി കയറി കേട്ടോ. അവനങ്ങനെ സോംബികളെ എല്ലാം വെടിവെച്ചിട്ട് പിന്നെ നമ്മൾ നേരെ ട്രെയിനിലാണ് കയറിയത്, അപ്പുവിൻ്റെ ഫേവറേറ്റ്. അങ്ങനെ ബോബിയും കൂടെ കയറി കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ എടുക്കാൻ സമയമായപ്പോഴത്തേന് അപ്പു ആദ്യം ഇരിക്കുമായിരുന്നു, പിന്നെ ആ സൈഡിലങ്ങ് നിപ്പായിരുന്നു കേട്ടോ. ഇത് കണ്ടിട്ട് എനിക്ക് ഷാറുഖ് ഖാൻ ദീപിക പതുക്കൊണ്ടേ കൈ പിടിച്ച് കയറ്റുന്ന പോലെയൊക്കെ ആയിരുന്നു. ഫ്രൂട്ടിയൊക്കെ കുടിച്ച് കൂളായിട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഞാൻ അപ്പൂനും ബോബിക്കും ഒക്കെ ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് പിന്നെ ഇറങ്ങി. അപ്പൊ വെള്ളത്തിൽ കൈ തൊടല്ലേ അപ്പുക്കുട്ട, വെള്ളത്തിൽ കൈ തൊടല്ലേ. ചീച്ചി വെള്ളം ഉണ്ടോ? പണ്ട് ഇവിടെ ഒരു വാട്ടർ ബലൂൺ ഉണ്ടായിരുന്നു. അതിന്റെ ബലൂണിന്റെ അകത്ത് കേറി ഇരുന്ന് നമുക്ക് വെള്ളത്തിലങ്ങ് ഉരുട്ട്. എനിക്കറിയാം, ഒരു വട്ടം. പിന്നെ തരും കേറ്റും. അപ്പു പക്ഷെ വെള്ളത്തിൽ കൈ തൊടരുത്. അപ്പു കേട്ടോ? ആ, അങ്ങനെ കുറേ നേരത്തേക്ക് അപ്പവും ബോബിയും കൂടെ വെള്ളത്തിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് മനസ്സമാനത്തോടെ ഒരിടത്തിരുന്ന് കഴിക്കാമെന്നും പറഞ്ഞ് ഷീജാൻറ്റി പോയി ആ കോളിഫ്ലവർ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കോളിഫ്ലവർ കഴിച്ചു. ഭയങ്കര മൊരാന്നിരിക്കുന്ന കോളിഫ്ലവർ ആയിരുന്നു കേട്ടോ. കാണാനും ഭയങ്കര രസമായിരുന്നു. താങ്ക് യു. ഇത് പിടിച്ചോ. അപ്പൊ നമ്മള് പാർക്കിൽ കയറിയോണ്ട് ഇപ്പൊ 11 മണി കഴിഞ്ഞല്ലേ. 11. ബോബി ഇങ്ങ് വാടാ, നിന്റെ അമ്മ ഓടുക. നമ്മള് പാർക്കിൽ കയറിയോണ്ട് ഇപ്പൊ 11 മണി കഴിഞ്ഞ്. ഇനി 1 മണിക്കൂറൂടെ ഉള്ളൂ ന്യൂ ഇയറിന്. ജോൺസൺ അച്ചായൻ തിരിച്ച് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് നിൽക്കുക. 1 മണിക്കൂർ എങ്ങനെങ്കിലും ഒക്കെ പിടിച്ചു നിർത്തണം. ഞങ്ങൾ എങ്ങനെങ്കിലും പിടിച്ചു നിർത്തും. കാരണം ഞങ്ങൾക്ക് ഇവിടെ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു പടക്കം പൊട്ടിക്കുന്ന കാണാനല്ലേടാ. അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെങ്കിലും പിടിച്ചു നിർത്തും. നാളെ അപ്പുക്കുട്ടന് സ്കൂളുണ്ട്, പക്ഷെ ഞാൻ വിടത്തില്ല. ഇല്ല, അപ്പുക്കുട്ടനെ ഞാൻ നാളെ സ്കൂളിൽ വിടുന്നില്ല. ബോബി ഞങ്ങളെ പ്രലോഭിപ്പിച്ചു. അച്ചായൻ വന്നപ്പോൾ നേരത്തെ ഇറങ്ങുവാണെങ്കിൽ KFC വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു.
അപ്പൊ നമ്മൾ പറഞ്ഞു വേണ്ട. അപ്പൊ ഞങ്ങൾ പറഞ്ഞു വേണ്ട, നമ്മൾ എന്തായാലും ഇവിടം വരെ വന്നല്ലേ, ഇനിയിപ്പം ന്യൂ ഇയറിന്റെ പടക്കം പൊട്ടിക്കല് കണ്ടിട്ട് പോവാന്ന്. അപ്പൊ അച്ഛൻ ചോദിച്ചു പടക്കം പൊട്ടിക്കുന്ന ഉണ്ടോന്ന്. പക്ഷെ ഞങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. കാണുമായിരിക്കും. പോയി. എന്തായാലും ഇവിടം വരെ വന്നല്ലേ, 12 മണി വരെ നിന്ന് ഹാപ്പി ന്യൂ ഇയർ അലറി പറഞ്ഞിട്ടൊക്കെ പോവാന്ന് വിചാരിച്ച് നമ്മളിതാ പാർക്കിന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങിയതായിരുന്നു കേട്ടോ. പിന്നെയും തിരിച്ചു കയറിയിട്ട് അത് വഴി നടക്കുക. ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നത് അതേ മലമല്ല കിടക്കുന്നു. നാളത്തെ വീഡിയോ അയ്യോ, ഇപ്പുറത്തെ ഒരാളുണ്ട്, അത് കാണിക്കാൻ പറ്റുന്നില്ലല്ലോ. അത് ശരി. അയ്യോ, ഒന്ന് പേര് ചോദിക്കാം. ആ നല്ല ഫേസ് കട്ട് ഉണ്ടല്ലോ. നോക്കേ കറക്റ്റ് നല്ല ഫേസ് കട്ട് ഉണ്ട്. എന്തായാലും 12 മണി ആവുന്നുണ്ട്. നല്ല ഫേസ് കട്ട് ഉണ്ട് കല്യാണി. എന്തിന്റെ ഫേസ് കട്ടാ? ഇല്ല ചുമ്മാ പറഞ്ഞ ഇരട്ടകളാ. ഇങ്ങോട്ട് നോക്ക്, ഇരട്ടകളാ. അല്ല, ഏതോ മങ്കിയുടെ എങ്ങാനും പ്രതിമ ഇവിടെ കാണുമായിരിക്കും. ഏതോ മങ്കി? ഞാനൊരു കാര്യം പറയട്ടെ, അച്ഛൻ്റെ ഫാസ്റ്റ് ആണല്ലോ. ട്വിൻസ് ഇങ്ങോട്ട് നോക്ക്, ട്വിൻസ് ഇങ്ങോട്ട് നോക്കിയാട്ടെ. ട്വിൻസ് ഇങ്ങോട്ട് നോക്കിയാട്ടെ. ഒരേ ഫ്രെയിമിൽ കറക്റ്റ്. ഒന്നുകൂടെ നന്നായിട്ട് തിരിച്ചേ. നല്ല കറക്റ്റായിട്ടുണ്ട്. അതേപോലെ ചിരിയല്ല, അത് ബ്യൂട്ടിഫുൾ ചിരിയാ. അതെ, നീ ഒറ്റയ്ക്കുണ്ട് പടക്കം പൊട്ടിക്കുന്നുണ്ട്. അവിടെ പൊട്ടി, ഇനി ഇവിടെ കൂടെ പൊട്ടിയായിരുന്നു. മറ്റേതാന്ന് തോന്നുന്നു. ഓ, വിടാനുണ്ടോ? 2023 ഹാപ്പി ന്യൂ ഇയർ. ആദ്യം ചെറുതൊക്കെ കേട്ടോ പൊട്ടിക്കാൻ തുടങ്ങിയത്. അപ്പോഴത്തേനും ഞങ്ങൾ അടുത്ത് നിൽക്കുമായിരുന്നു. അവസാനം വലുതാവാൻ തുടങ്ങിയപ്പോഴത്തേനും ഞാൻ വാല് പൊക്കിക്കൊണ്ട് ഓടി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഹാപ്പി ന്യൂ ഇയർ എന്ന് അലറി വിളിച്ച് എല്ലാവരെയും കേൾപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. എല്ലാവരും അലറി വിളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ആദ്യത്തെ അനുഭവമാണിത്. ഫൈനലി ഹാപ്പി ന്യൂ ഇയർ കൊല്ലത്ത് ലൈവായിട്ട് കണ്ടു. ഭയങ്കര സന്തോഷം കേട്ടോ. ഇവിടെ ഭയങ്കര ഇവന് DJ കാണണം, എനിക്കും DJ കാണണം. പക്ഷെ കൊണ്ടുപോ സമ്മതിക്കുമോന്നൊന്നും അറിയത്തില്ല. ഷീജാന്റെ DJ കൂജൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് പോവായിരുന്നു. ഭയങ്കര പടക്കം പൊട്ടിയിട്ട്
കാണാൻ രസമായിരിക്കും. ഇങ്ങോട്ട് നോക്കാം. ഫ്രണ്ടിലും ഇതുപോലെ തന്നെ തിരക്ക്, അതുപോലെ അല്ലേ, ഒരു ഉത്സവത്തിന് വന്ന പോലെ അല്ലേ അല്ലേ. എന്തോ ഹാപ്പി ന്യൂ ഇയർ. പാതിരാത്രിക്ക് കേസി വന്ന് അച്ഛൻ വരാൻ ലേറ്റ് ആവും. അപ്പൊ കൂട്ടനോട് ഒരു സീച്ചേട്ടനോട് ഞാൻ ഒരു ദിവസം പറഞ്ഞു, സീച്ചേട്ടൻ ഞാൻ കയറുമ്പോൾ എനിക്ക് ഡോറ് തുറന്നു തരണോ. സീച്ചേട്ടൻ ചെയ്തു തരാറില്ല, പക്ഷെ അപ്പൊ ഇപ്പൊ ഞാൻ എവിടെ കയറിയാലും ഡോറൊക്കെ തുറന്നു തരും. എന്റെ പാവം. നന്നായിട്ട് ഉറക്കം വരുന്നു. എനിക്കിന്ന് KFC കയറാൻ വലിയ താല്പര്യം തോന്നിയില്ലായിരുന്നു, പക്ഷെ തട്ടുകടയിലൊക്കെ കയറി ചിക്കൻ ഫ്രൈയും അതൊക്കെ കഴിക്കണമെന്നുണ്ടായിരുന്നു. എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിരുന്നു ഡയറ്റൊക്കെ എടുക്കണം എന്ന്. ഈ ബോബി കാരണം നശിപ്പിച്ചു. ചിക്കന് ചൂടില്ല, അവർ ക്ലോസ് ചെയ്തിട്ട് 1 മണിക്കൂറായി. നമ്മൾ ചിക്കൻ എടുത്തപ്പം നല്ല തണുത്തിരുന്നോണ്ട് പിന്നെ അത് തിന്നാനും ഒരു സുഖം കാണത്തില്ല. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി. അങ്ങനെ അവിടുന്ന് ഇറങ്ങി നമ്മൾ വേറൊരു ഹോട്ടലിൽ ചെന്ന് കേട്ടോ. അവിടെ ചെന്നപ്പോൾ മുട്ടുസൂചി കുത്താൻ സ്ഥലമില്ല എന്ന് പറയുന്ന പോലെ അതുപോലെ തിരക്കായിരുന്നു. അപ്പം നമ്മൾ ചെന്ന ടൈമിൽ ഒരു ബെഞ്ചിൽ ആൾക്കാർ എണീക്കാൻ നിൽക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് സ്ഥലം കിട്ടി. നമ്മൾ കഴിച്ചിറങ്ങി കഴിഞ്ഞിട്ട് അവിടെ ഫുഡ് ക്ലോസ് ആയായിരുന്നു കേട്ടോ. എന്തോ ഫ്ലേവറാ? പിന്നെ എവിടെ പോണം? പിന്നെ എവിടെ പോണം? എറണാകുളത്താ? അത് കഴിഞ്ഞ് എവിടെ പോണം? ഉറക്കം വരുന്നില്ലേ? അവസാനം ഗോലി സോഡ വാങ്ങിച്ച് ചക്കണം പുക്കണം അത് പൊട്ടിക്കാൻ നോക്കി. എന്നെ കൊണ്ട് പറ്റിയില്ല കേട്ടോ. അവസാനം ബോബി പുഷ്പം പോലെ പൊട്ടിച്ച് തന്ന് കുറച്ച് അവൻ്റെ തലയിലും വീണു. അങ്ങനെ ഫുഡൊക്കെ കുറച്ചേ ഉള്ളായിരുന്നു കേട്ടോ. ന്യൂ ഇയർ ആയതുകൊണ്ട് എല്ലാം കഴിഞ്ഞു എന്ന് പറയാൻ പറ്റൂല. 2 മണി എങ്ങാണ്ട് ആയെന്ന് തോന്നുന്നു കേട്ടോ. ആ സമയം ആയപ്പോഴത്തേന് ഫുഡൊക്കെ തീർന്നു. അങ്ങനെ പിന്നെ ഉള്ള ചിക്കൻ ഫ്രൈയും പിന്നെ കുറച്ച് ചമ്മന്തിയൊക്കെ കൊണ്ടുവച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഞാനാണെങ്കിൽ ഒരു പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കഴിച്ചപ്പോഴത്തേന് ഞാൻ എൻ്റെ വയറ് നിറഞ്ഞു. ബാക്കി ഞാൻ പാഴ്സൽ ചെയ്യാൻ പറഞ്ഞു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ, ഈ ഒരു ചെറിയ പാക്കറ്റിലെ ഗ്രേപ്പിൻ്റെ ജ്യൂസ് ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അത് ട്രൈ ചെയ്യുന്നത്. അപ്പുക്കുട്ടൻ അതിൻ്റെ അകത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഗ്രേപ്പ് വരുന്നത് അവന് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ആ ഒരു എന്താ പറയുക ജ്യൂസ് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ബില്ലൊക്കെ പേ ചെയ്ത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീട്ടിലെത്തി. അങ്ങനെ നമ്മുടെ സാമഗ്രികളെല്ലാം എടുത്തു കേട്ടോ. പായൊക്കെ ബാക്കിൽ എടുത്ത് വച്ചിരുന്നെങ്കിലും അതൊന്നും ഉപയോഗപ്പെട്ടില്ല. അങ്ങനെ പിന്നെ ബോബിക്കും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയറും ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഫൈനലി നമ്മൾ വീടെത്തിയിരിക്കുകയാണ്. സമയം 2 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ പോയി കിടന്ന് നേരെ ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല കേട്ടോ. ഒരു പൊറോട്ടയെ കഴിച്ചുള്ളൂ, ബാക്കി ഇങ്ങ് പാക്ക് ചെയ്ത് വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലെത്തി. ഇനി ചോറെടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ട് കിടന്നുറങ്ങാൻ പോവാം. അപ്പം നാളെ ഇനി ഉച്ചയ്ക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.